കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. ഒരു നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാട്, മതനിരപേക്ഷതയുടെ നാട് മലനാട് മാമലനാട്. ഒരു നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാട്, മതനിരപേക്ഷതയുടെ നാട് മലനാട് മാമലനാട്. കാണക്കാട് വളരുന്നേ മലനാട് മാമലനാട്, നെറിവുള്ളൊരു നേതാവുണ്ടേ പകലിൻ സൂര്യൻ. പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി. കിളിമൊഴികൾ കുഞ്ഞുകിടാങ്ങൾ ചിരിതൂകും പള്ളിക്കൂടം, മികവിന്റെ കൊടുമുടി കയറി സകല കലാശാലകളായി. ചെറുപാതകൾ പോയി മറഞ്ഞേ അതിവേഗം കനവു കുതിച്ചേ, പുതുമകളുടെ പുത്തിരി കത്തി കുതികൊള്ളുകയാണൊരു നാട്. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നിറവുള്ള മനസ്സുകൾ ചൊല്ലി കനിവിൻ സൂര്യൻ, പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി. പൂക്കൾ നിറയുന്നൊരു വല്ലി കനിവിൻ വള്ളി, ചെറുതുമ്പികളേറ്റതു ചൊല്ലി പകലിൻ കൊള്ളി. സഖാവ് മുഹമ്മദ് കരീം കേന്ദ്ര കമ്മിറ്റി അംഗം, സഖാവ് ബി ജോയ് MLA അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി അവർ, ഇന്നത്തെ നമ്മുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സംഘടനാ ജനറൽ സെക്രട്ടറി സഖാവ് SS ദീപു. ഒരു സംഘടനാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സ്വന്തം അണികളെ കൂടി നിർത്തിക്കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് കാണിച്ച് തെളിയിച്ച് നമ്മളോടൊപ്പം നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തിയ സഖാവിൻ്റെ വിരമിക്കലിനാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ ഒക്ടോബർ മാസം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എൻ്റെ ഒരു കോണിൽ ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്, ഈ മാസമാണല്ലോ നമ്മുടെ ഹൻസഖാവ് ഇവിടുന്ന് വിരമിച്ചു പോകുന്നത് എന്നുള്ളത്. അതേ വിങ്ങൽ എൻ്റെയും നിങ്ങളുടെയും എല്ലാം ഉള്ളിലിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ സഖാവിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവ്, ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം, സ്വന്തം അണികളെ എങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകണം, ആ സംഘടനയുടെ വളർച്ചയിലും വിജയത്തിലും അദ്ദേഹം വഹിച്ച പങ്ക് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കേവലം 100 താഴെ അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇന്നിപ്പോൾ 4872 അംഗങ്ങളുമായി സെക്രട്ടേറിയറ്റിലെ ഏക സംഘടന, ജീവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഏക സംഘടന എന്ന നിലയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആ സംഘടനയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ് ഇന്ന് വിരമിക്കുന്ന സഖാവ് പി. ഒരു കാര്യത്തിനും നോ എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഏതൊരു പ്രവർത്തനം നടത്തുവാനും പോകുമ്പോഴും അങ്ങനെ ചെയ്യട്ടെയോ, അങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം, എന്തിനു സംശയിക്കണം, ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആ ശക്തി ഈ സംഘടനയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അത് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ
ഒരു സംഘടനയായി മാത്രമല്ല അദ്ദേഹം വളർത്തിയിട്ടുള്ളത്, ഒരു കുടുംബമായി തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് ഈ കാണുന്ന ഈ ജനക്കൂട്ടത്തെ മുഴുവൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിലൊരാൾക്ക് പോലും അതിലൊരു എതിരഭിപ്രായം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഈ ഒക്ടോബർ മാസം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, തങ്ങളുടെ പ്രിയ നേതാവിനെ ഒന്ന് കാണുവാനും ഒന്ന് സംസാരിക്കുവാനും അടുത്തു നിന്ന് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് പോലെ ഒരു ഫോട്ടോ എടുക്കുവാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ആളുകൾ കൂട്ടമായി എത്തുന്ന കാഴ്ച മുമ്പൊരിക്കലും ഒരു സംഘടനാ നേതാവും ഇത്തരത്തിൽ ഒരു യാത്രയയപ്പ്, ഒരു വിടവാങ്ങൽ ഈ സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർത്തും പറയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഹൻസാവിൻ്റെ വിരമിക്കലോടുകൂടി തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംഘടന അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വിവിധ സബ് കമ്മിറ്റികളുണ്ട്, കനലുണ്ട്, തണലുണ്ട്, രചനയുണ്ട്. ഇങ്ങനെ ഓരോ സബ് കമ്മിറ്റികളായി അത് രൂപപ്പെടുത്തുമ്പോഴും അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതാക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല നിർദ്ദേശങ്ങളും ക്രിയാത്മകമായ ഇടപെടലുകളും എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. എല്ലാ സബ് കമ്മിറ്റികൾക്കും നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പണിയിറങ്ങുന്നത്. ഏറ്റവും ഒടുവിലായത് നമ്മുടെ സംസ്ഥാന കൗൺസിലിലെ തൊട്ട് തലേ ദിവസം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. നമുക്ക് സ്പോർട്സ് ഉണ്ട്, രചനയുണ്ട്, വനിതാ വിഭാഗത്തിന് കനലുണ്ട്. അത് മാത്രം പോരാ, ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കൂടി നമുക്ക് വേണം എന്നുള്ളൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ സബ് കമ്മിറ്റിയാണ് ദയ. അതായത് ഒരു മനുഷ്യർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിയെത്തത്തക്ക തരത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റായി ദയയും വരും കാലങ്ങളിൽ വളർത്തപ്പെടും. അതിലേക്ക് വേണ്ടി ആ പേര് അത് നിർദ്ദേശിച്ചുകൊണ്ട് അത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത് സഖാവ് പി ഹണി അവർകളാണ്. കൂടുതലായി എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചുകൊണ്ട് നിന്നോട് വളരെ ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുക, അടയാളപ്പെടുത്തുക എന്നത് ഒരാൾക്കും പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വേണ്ടി കൂടുതലായി പ്രയത്നിക്കുന്നതുമില്ല. നമുക്ക് നേരെ ഈ പരിപാടിയിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വരുംകാല പ്രവർത്തനം ഈ പ്രസ്ഥാനത്തിനും വിശിഷ്യ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്കും എക്കാലത്തും ഉപകാരപ്പെടും. നമ്മൾക്ക് ലഭിച്ചതുപോലെയുള്ള സ്നേഹവും സഹകരണവും എല്ലാ കാര്യത്തിനും ഒറ്റക്കോള് നേരെ ഹൻസകാവിലേക്ക് പോകുന്ന തരത്തിലേക്ക് നമ്മൾ രൂപപ്പെട്ടതുപോലെ തന്നെ ഈ അദ്ദേഹത്തെ ചുറ്റി നിൽക്കുന്ന ആ പ്രസ്ഥാനത്തിനും എക്കാലവും അദ്ദേഹം ഒരു മുതൽക്കൂട്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നവരായി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഹാവ് SS ദീപുവിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. സഖാവ്, എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഖാവ് 30 വർഷക്കാലത്തെ ദീർഘമായ സേവനത്തിൽ നിന്ന് സഖാവ് പി ഹണി ഇന്ന് വിരമിക്കുക. ഇതിൽ അർബുദമായിരിക്കുന്നത് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നുണ്ട്. എന്നതാണ് സഖാവ് സർവീസിലിരിക്കെ നമ്മൾ ഒരുമിച്ച് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന അവസാനത്തിലായിരിക്കുന്നുള്ളത്. ഏതാനും ചില വാക്കുകൾ 1-2 മിനിറ്റുകൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. സഖാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. ഞാൻ സഖാവിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ട്. സഖാവ് 2006 ഫെബ്രുവരി 16 അന്നത്തെ UDF സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അന്ന് ഞാൻ സെക്രട്ടേറിയറ്റ് സർവീസിലില്ല, എന്നാൽ സർക്കാർ സർവീസിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ജോലി. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചെടുത്ത് ഏതാണ്ട് 1-1.5 മാസം കഴിഞ്ഞാണ് ഞാൻ സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് വരുന്നത്. സഖാവ് സംഘടന ട്രഷററാണ്. ഞാനന്ന് LST വകുപ്പിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. ആ സമയത്ത് സർവീസിൽ പ്രവേശിച്ച നിരവധി പേർ ആ വകുപ്പിൽ ജോലിക്ക് പ്രവേശിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഖാവ് പി ഹണിയും വേറെ കുറച്ച് നേതാക്കളുമായി ഞങ്ങളെ കാണാൻ വന്നു. സഖാവ് കാര്യങ്ങളൊക്കെ തിരക്കി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഞാൻ അറിയുന്നുണ്ട്. ഇടയ്ക്കൊക്കെ യൂണിയൻ ഓഫീസിലേക്കും വരണം. ആദ്യത്തെ സ്നേഹത്തോടുള്ള ഉപദേശം അതാണ്. സഖാവ് പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അല്ലാതെ ഗന്ധഗോപുരത്തിൽ വസിക്കുന്ന ഒരു സഖാവല്ല. ആ തരത്തിൽ സഖാവിൻ്റെ സ്നേഹോഷ്മളമായ ഉപദേശവും നിർദ്ദേശങ്ങളും എല്ലാ കാലത്തും ഈ സംഘടനയിലെ സാധാരണ പ്രാഥമിക അംഗത്തിൽ വന്ന് സംഘടനാ പ്രവർത്തകരായി ഉയർന്നു വന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കലിൻ്റെയും ആ ജനസമ്മതിയുടെ അടയാളമാണ് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒക്ടോബർ മാസം മുതൽക്ക് തന്നെ, തുടക്കം മുതൽക്ക് തന്നെ സഖാവിനെ കാണാൻ വരുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാരും വിരമിച്ച ജീവനക്കാരും അവർ നൽകുന്ന നിരവധിയായിട്ടുള്ള സ്നേഹോഷ്മളമായ ആദരവ് ഏറ്റുവാങ്ങിയാണ് നമ്മളിന്ന് ഈ സംഘടനയുടെ യാത്രയിലേക്ക് കിടക്കുന്നത്. നമ്മുടെ ഈ സഖാവ് 2006 സഖാവിനെ പിരിച്ചുവിട്ടതാണ്. ഈ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് സഖാവ് CJ ജോസഫ്, ആ സഖാവിനെ അന്നത്തെ കരുണാകരൻ സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. അന്ന് നമ്മുടെ ചട്ടങ്ങളിലുണ്ടായിരുന്ന ഒരു
വ്യവസ്ഥ പ്രകാരം 48 വയസ്സ് പൂർത്തിയായ ഏതൊരാളെയും പൊതു താൽപര്യാർത്ഥം സർവീസിൽ നിന്നും നിർബന്ധിത വിരമിക്കൽ നൽകി പറഞ്ഞയക്കാം. ആ വ്യവസ്ഥ പ്രയോഗിച്ചാണ് അന്ന് പണിമുടക്കിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് CJ ജോസഫിനെ സർവീസിൽ നീക്കം ചെയ്തു. സഖാവ് ഹണിയെ നീക്കം ചെയ്യാൻ അന്നത്തെ UDF സർക്കാർ ഉപയോഗിച്ചത് ഒരു ക്രിമിനൽ കേസിൽ കൺവിക്റ്റ് അയാളിനെ ഫോർത്ത് വിത്ത് സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്കിരയായി സഖാവ് ഹണി ഉൾപ്പെടെ 7 സഖാക്കൾ, അതിൽ 6 പേരും കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നേതാക്കളാണ്, സർവീസിൽ നീക്കം ചെയ്തു. അതിൻ്റെ പരിണിതഫലം എന്താണ്? 2010 GOP 4/2010 PA ആൻ്റണി എന്ന ഉത്തരവിൽ ഇത്തരത്തിലൊരു ക്രിമിനൽ കേസിൽ കൺവിക്റ്റ് ചെയ്താലും ആ ക്രിമിനൽ കേസിലെ കൺവിക്ഷൻ കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ബാധിക്കുന്നു? ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണ്? പബ്ലിക് സർവീസിൻ്റെ കമ്മീഷനെ കൺസൾട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകാൻ പാടുള്ളൂ എന്ന തരത്തിൽ ചട്ടങ്ങളിൽ ഭേദഗതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് സംസ്ഥാനത്തെ സംഘടിത പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ വിസ്മരിക്കാനാവാത്ത ഒരേടെന്നാണ് നമ്മൾ 2006 ഈ സഖാവ് ഉൾപ്പെടെയുള്ള സഖാക്കളുടെ പിരിച്ചുവിടലിനെ പറ്റി പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. സഖാവ് CJ ജോസഫിനെ പിരിച്ചുവിട്ട കരി നിയമങ്ങളിൽ നിന്ന് നമ്മുടെ സർവീസ് പുസ്തകങ്ങളില്ല. അതുപോലെ തന്നെ സഖാവ് P ഹണിയെ പിരിച്ചുവിടാൻ ഉപയോഗിച്ച വ്യവസ്ഥകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സർവീസ് രംഗത്തുള്ള സമര പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന തരത്തിലേക്കുള്ള ഒരു ത്യാഗോജ്വലമായ ഒരു സമരമായി സഖാവിൻ്റെ പിരിച്ചുവിടലടക്കം മാറിയിട്ടുണ്ട്. ആ പിരിച്ചുവിടലിന് ആധാരമായ സമരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ ഏതെങ്കിലും സേവന വേതന വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനായിട്ടുള്ളതല്ല. രാജ്യത്തെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ തൊഴിലാളി സമൂഹം ഒന്നടങ്കം നടത്തിയ പണിമുടക്ക് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ വിജയിപ്പിക്കാൻ ഏർപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി ചാർജ് ചെയ്യപ്പെട്ട ഒരു കേസിലാണ് സഖാവിനെ ശിക്ഷിച്ചത്. അത് വിശാലമായ പൊതു താല്പര്യം മുൻനിർത്തി നടത്തിയ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ആ സംഭവം. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. സഖാവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഇപ്പം മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ പല പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ സഖാവിൻ്റെ ആസൂത്രണ മികവ്. ഒരു പക്ഷേ സഖാവ് നമ്മുടെ സഹകരണ മുന്നണിയുടെ കൺവീനറാണ്. ഒരു സഹകരണ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെ പ്രചരണം ആരംഭിക്കണം, അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കണം, എന്ന കാര്യങ്ങളടക്കം വ്യക്തമായ ധാരണയോടെയാണ് സഖാവ് ഓരോ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നത്. പലപ്പോഴും നമുക്കെല്ലാം ഭാരവാഹികൾ എന്ന് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നവരും സഖാവ് തന്നെയാണ് മുഴുവൻ ദൂരവും എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഫിനിഷിംഗ് നമ്മളൊപ്പം നടന്നാൽ മാത്രം മതി. ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ സഖാവ് പതുക്കെ ലൈൻ ലൈറ്റിൽ നിന്ന് മാറി നിൽക്കും. ആ വിജയത്തിൻ്റെ എല്ലാ പങ്കും കൂടെ നടന്ന നമ്മൾ പ്രവർത്തിച്ച് എല്ലാവർക്കും വേണ്ടി വിധിച്ചു നൽകുന്നതാണ് ആ സഖാവിൻ്റെ സ്വഭാവം. ഒറ്റയ്ക്ക് സഖാവ് ഒരിടത്തും തന്നെ ക്രെഡിറ്റ്. എന്തെങ്കിലും വീഴ്ച വന്നിട്ടുള്ള പക്ഷേ സഖാവ് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ആ തരത്തിൽ സഖാവ് നമ്മൾ പാർട്ട് ടൈം ജീവനക്കാർ മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെ ഒരു പ്രതിദാനം ചെയ്യുന്ന സംഘടന എന്ന് പറയുമ്പോൾ എല്ലാവരെയും സമഭാവനയോടെയാണ് സഖാവ് എല്ലാ കാലത്തും സമീപിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ സഖാവ് എക്കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഗുണഭോക്താക്കളായിട്ടില്ലാത്തവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാവൂ. ആ തരത്തിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സെക്ഷന് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അസോസിയേഷൻ സ്വന്തമായ ഒരു സ്ഥലം, മന്ദിരം, അസോസിയേഷൻ്റെ ചടുലമായ പ്രവർത്തനം നമുക്ക് മേഖലാ കമ്മിറ്റികളുണ്ട്, ന്യൂഡൽഹിയിലടക്കം യൂണിറ്റുകളുണ്ട്. 4088 നമ്മുടെ സുവർണ്ണ ജൂബിലി സമ്മേളന വേളയിൽ നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പ്. 4800ഓളം വരുന്ന സെക്രട്ടറി ജീവനക്കാരിലെ 80%-ലധികവും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സെക്ഷൻ്റെ അംഗങ്ങളാണ്. അവിടെ സംഘടനാ പ്രവർത്തനം മാത്രമായി സഖാവിൻ്റെ വ്യക്തിമുദ്ര ഒതുങ്ങുന്നില്ല. പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം സഖാവ് കാഴ്ചവെച്ചത്. നമ്മുടെ 2 അനക്സിനടയ്ക്കുള്ള സ്ഥലം അക്വയർ എന്ന കാര്യത്തിൽ, സെക്രട്ടേറിയറ്റ് സീറോ വേസ്റ്റ് സമ്പ്രദായത്തിലേക്ക് മാറുന്ന കാര്യത്തിലേക്ക്, ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ, സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീൻ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സീറോ വേസ്റ്റ് സമ്പ്രദായത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ഏക ഭക്ഷണശാലയായി കേരള സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ മുന്നണിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് നടത്തിയ മാർഗനിർദ്ദേശങ്ങൾ പരമായി നമ്മുടെ ക്യാമ്പസിലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം ഏറ്റവും സംസ്ഥാനത്ത് തന്നെ സൂപ്പർ ഗ്രേഡ്
സഹകരണ സംഘങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും സർക്കാർ ജീവനക്കാരുടെ മേഖലയിലുള്ള ഏറ്റവും മികച്ച സഹകരണ സംഘമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ താൻ ഇടപെട്ട മേഖലകളിലെല്ലാം തന്നെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സഖാവാണ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. സഖാവ് ഈ സെക്രട്ടേറിയറ്റ് സർവീസിൽ നിന്ന് പിരിയുന്നത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനും തീരാ നഷ്ടമാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കോൺട്രാക്ട് റൂൾസിൻ്റെ ചട്ടക്കൂടുകളില്ലാത്ത ഒരു പൊതുരംഗത്തേക്ക് ഏറിയ ഉത്തരവാദിത്വത്തോടെ കർമ്മനിരതമായ ഒരു ജീവിതത്തിലേക്കാണ് സഖാവ് തീർച്ചയായും പോകുന്നത്. ആ ഒരു കർമ്മനിരതമായ ജീവിതം സഖാവിനെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യാത്രയപ്പ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് സഖാവ് ആർ നിഷ ജാസ്മിനാണ്. സഖാവ് ആർ നിഷ ജാസ്മിനെ ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഈ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതികൾ നമുക്ക് ആർക്കും ഒരു മുഖവരെയും ആവശ്യമില്ലാത്തതാണ്. ഈ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് സന്തോഷപൂർവ്വം സമ്മതിച്ചത് CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് എളമരം കരീമാണ്. 2006-2011 കാലയളവിൽ ഈ സഖാവ് സംസ്ഥാനത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. പ്രിയങ്കരനും ആദരണീയമായ സഖാവ് എളമരം കരീമിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഏറെ സ്നേഹത്തോടെ ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തൊട്ട് 2 ആഴ്ച മുമ്പ് നടന്ന നമ്മുടെ 52ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കുടുംബസംഘം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സഖാവ് വി ശിവൻകുട്ടിയാണ്. എല്ലാ കാലത്തും നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളതും നമ്മുടെ സമ്മേളനങ്ങൾ നിരവധി തവണ നമ്മുടെ സ്വാഗത സംഘം ചെയർമാനായിട്ടുള്ള പ്രിയങ്കരനായ സഖാവാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഏറെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി ഏറെ ആദരവോടെ ഈ സമ്മേളനത്തിൽ ഞാൻ സ്വാഗതം. CPIM തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരൻ സഖാവ് വി ജോയ് MLA ഈ യാത്രയപ്പ് യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങായിരിക്കുന്ന ഒരു രക്ഷാധികാരിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ് സഖാവ് വി ജോയ്. പ്രിയങ്കരനായ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയ് MLA ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നതല്ല, സഖാവ് നമ്മുടെ നെടുന്തൂണാണ്. നമ്മുടെ ഏറെ പ്രിയങ്കരനായി ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ സ്നേഹാദരങ്ങളോട് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള സഖാവ് പി ഹണിയെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിരവധി നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള സംഘടനാ നേതാക്കൾ, നമ്മുടെ സംഘടനാ മുൻ പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്. നിരവധിയായിട്ടുള്ള നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ സംഘടനയെ ത്യാഗോജ്വലമായ പാതയിലൂടെ നയിച്ച നിരവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരെയും ഞാൻ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിക്ക് വേണ്ടി ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഏരിയ തലത്തിൽ കൺവീനർമാർ, നിർവാഹക സമിതി അംഗങ്ങൾ, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ യാത്രയപ്പ് യോഗത്തിൽ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് സഹോദര സംഘടനയുടെ പ്രവർത്തകർ എല്ലാവരെയും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നിർവാഹക സമിതിക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. നമ്മോട് സംസാരിക്കുന്നതിനായി CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന സഖാവ് എളമരം കരീം അവർകളെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടി, സഖാവ് വി ജോയ്, ഇന്ന് നാം യാത്രയപ്പ് നൽകുന്ന അണി, അധ്യക്ഷ സഖാവ്, സ്വാഗതം പറഞ്ഞ ദീപു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന സഖാവ് പി ഹണിക്ക് നിങ്ങൾ നൽകുന്ന ഈ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഒരു ജീവനക്കാരൻ എന്ന നിലയിലും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലും ഹണിയുമായി എനിക്ക് നേരിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എത്രമാത്രം കരുത്തോടെ വളർന്നു വന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ യാത്രയപ്പ് സമയം. സംഘടനാ ഭാരവാഹികൾക്കും സഹപ്രവർത്തകർക്കും നൽകുന്ന ഒട്ടേറെ യാത്രയപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വികാരനിർഭരമായ ഒരു യാത്രയപ്പ് ഇതല്ലാതെ മറ്റൊന്ന് ഉപമിക്കാനില്ല. ഈ ഹണി എന്ന് പറയുന്ന ഹണി
ഹണിയുടെ മലയാളത്തിൽ പറഞ്ഞാൽ തേൻ എന്നാണ്. അത്ര ഏറ്റവും മധുരമുള്ള ഒരു ഉൽപ്പന്നമാണ്. അത്രയും മാധുര്യം നൽകുന്ന അനുഭവങ്ങൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾക്കുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ സെക്രട്ടേറിയറ്റിൽ ജോലി സ്വീകരിച്ചതിന് ശേഷം ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിവിധ പോസ്റ്റുകളിൽ അദ്ദേഹം ഇരുന്നു. അവസാനം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് സ്വാഭാവികമായും ഈ സംഘടനയുടെ ചുമതല ഒഴിഞ്ഞ് പോകും. പുതിയ ഭാരവാഹികൾക്ക് അധികാരം, ചുമതലകൾ കൈമാറി. സർക്കാർ ജീവനക്കാർ, വിശേഷിച്ച് സെക്രട്ടറി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ കേരളത്തിലൊരു സുസംഘടിതമായ പ്രസ്ഥാനമാണ്. വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയ പ്രസ്ഥാനങ്ങളാണ്. 2001 മുതൽ 2006 വരെയുള്ള കാലം കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ ജീവനക്കാരും അഗ്നിപരീക്ഷണങ്ങളെയാണ് നേരിട്ടത്. അന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി സമരങ്ങൾക്ക് വന്ന പലരിൽ ഒരാളാണ് ഞാൻ. ADB വായ്പയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ദീർഘനേറിയ ഒരു പണിമുടക്ക് അക്കാലത്ത് ആ ഗവൺമെൻറ് നയത്തിനെതിരായി സംഘടിപ്പിക്കപ്പെട്ടു. നിങ്ങളൊക്കെ പങ്കാളികളായിരിക്കും. ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കുന്ന നയം അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു. അതും ADB വായ്പയുടെ കണ്ടീഷണാലിറ്റിയിൽ ഒന്നായിരുന്നു. നഷ്ടത്തിലുള്ളതൊന്നും ഗവൺമെൻറ് പ്രവർത്തിക്കണം. ഒരു കമ്മീഷനെ വെച്ചു അന്നത്തെ ഗവൺമെൻറ്, എൻ്റർപ്രൈസസ് റിഫോംസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി. RC ചൗധരി എന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം ഗവൺമെൻറ് നൽകിയ റിപ്പോർട്ട് പറഞ്ഞു, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലയിൽ ഗവൺമെൻറ് നടത്തേണ്ടതില്ല. ഒന്നുകിൽ അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ വിൽക്കുക. പലതും വിറ്റു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ സജീവമായി രംഗത്ത് വന്നു, ട്രേഡ് യൂണിയനുകൾ രംഗത്ത് വന്നു, ശക്തമായ സമരങ്ങൾ വന്നു. ഇതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി കിട്ടി. മഹാഭൂരിപക്ഷം സീറ്റുകളിലോട്ട് പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി ആന്റണി സ്ഥാനത്ത് നിന്നും മാറി. അതിനുശേഷമാണ് പൊതുമേഖല വിൽപ്പനയൊക്കെ നിർത്തിവെച്ചത്. ഒരു പുനഃപരിശോധനയ്ക്ക് ഗവൺമെൻറ് തയ്യാറായി. വിൽപ്പന നിർത്തിയതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞാണ് 2006 ഗവൺമെൻറ് വരുന്നത്. ആന്റണി പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിമാരായിരുന്ന 2001, 2006 കാലത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സമരത്തിലേർപ്പെട്ടതിൻ്റെ പേരിലാണ് ജീവനക്കാർ പലരും അച്ചടക്ക നടപടിക്ക് വിധേയമായി. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഹണി. അദ്ദേഹം സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു. പലരും വലിയ യാതന സഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഈ സർക്കാർ ജീവനക്കാരുടെ സമരകാലത്ത് വീടുകളിൽ പോയി ജീവനക്കാരെ, സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്, പീഡിപ്പിച്ചത്, ഹരാസ് ചെയ്തത്, നിരവധി സംഭവങ്ങൾ എനിക്ക് നേരിടുന്നത്. ആ പിരിച്ചുവിടലിന് പരിഹാരമുണ്ടാക്കിയത് 2006 മന്ത്രിസഭയുടെ കാലത്താണ്. ആ സഭയിൽ ഞാനും ഒരു അംഗമായിരുന്നു എന്നത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ആ തെറ്റ് തിരിച്ചത് 2001-06 കാലത്ത് അടച്ചുപൂട്ടിയതും വിൽക്കാൻ വെച്ചതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പുനരുദ്ധരിച്ച് മികച്ച നിലയിൽ പ്രവർത്തിപ്പിക്കാൻ 2006 ഗവൺമെൻറ്റിന് സാധിച്ചു. ഇതൊക്കെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജീവനക്കാരായാലും സാധാരണ തൊഴിലാളികളായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം അവരുടെ സംഘടനയാണ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട സേവനപരമായ പ്രശ്നങ്ങൾ, പൊതുവിൽ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് സംഘടിത പ്രസ്ഥാനങ്ങളിലൂടെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇന്നലെ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി എഴുതിയ ഒരു കുറിപ്പ് നിങ്ങളെ കണ്ടോന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഒരു പുതിയ തൊഴിൽ നയം പബ്ലിക് ഡൊമൈനിൽ ചർച്ചയ്ക്കായി
വിട്ടിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്. തൊഴിൽ എന്ന് പറഞ്ഞാൽ അതിനെ പ്രാകൃതമായ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തൊഴിലാളി തൊഴിലുടമ ബന്ധത്തെ തന്നെ തകർക്കുന്ന വിധത്തിൽ അങ്ങേയറ്റം പിന്തിരിപ്പനായ ആശയങ്ങളാണ് ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതാണ് ശിവൻകുട്ടിയുടെ ഇന്നലത്തെ കുറിപ്പിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദപ്രയോഗങ്ങൾ തൊഴിലവകാശവും നമ്മൾ കാണുന്ന വിധത്തിലല്ലാത്തൊരു പുതിയ വീക്ഷണം നൽകുക, ഇതൊക്കെ എവിടേക്കാണ് ഈ രാജ്യത്തെ നയിക്കുന്നതെന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത്. സർക്കാർ ജീവനക്കാർക്ക് അന്തസ്സോടെ ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥിതി വളരെ പരിതാപകരമാണ്. മനുഷ്യരായി അന്തസ്സോടെ ജോലി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ചോ തൊഴിലാളികൾ അന്തസ്സോടുകൂടി ജോലി ചെയ്യുന്നു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണെങ്കിലും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി സമരങ്ങൾ നടത്തുന്നതിനോ പ്രക്ഷോഭങ്ങൾ ഉയർത്തുന്നതിനോ ഒരു തടസ്സവും ഈ സംസ്ഥാനത്തില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരം, കേരളത്തിൻ്റെ ഒരു രീതി, ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജനങ്ങളോടായി പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ മഹത്വം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ദുരിതം പേറുന്ന തൊഴിലാളികൾക്ക്, സ്കീം വർക്കേഴ്സിന്, വിവിധ വിഭാഗങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഇതൊരു വലിയ ആശ്വാസമാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക്. CI2 സംസ്ഥാന കമ്മിറ്റി അതിനെ സ്വാഗതം ചെയ്തു. കാരണം ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ LDF മാത്രമേ സാധിക്കൂ. 1975 അടിയന്തരാവസ്ഥയുടെ കാലത്ത് 71 അന്നത്തെ ഗവൺമെൻറ് അധികാരത്തിലുണ്ട്, UDF ഗവൺമെൻറ്. 71 മുതൽ 77 വരെ ഗവൺമെൻറ്. അക്കാലത്ത് 75 അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, കാളയുടെ കഴുത്തിൽ നുകം വെക്കാൻ കാളയുടെ അനുമതി ചോദിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുമ്പോൾ അവരുടെ വ്യവസ്ഥകൾ എന്താണെന്ന് തീരുമാനിക്കാൻ അവരോട് ചോദിക്കേണ്ടതില്ല. അതായിരുന്നു ധാർഷ്ട്യം. നാവടക്കൂ പണിയെടുക്കൂ എന്നായിരുന്നു ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് തൊഴിലാളികളുമാണ്. ബോണസ് നിയമം ഭേദഗതി ചെയ്തു, പണിമുടക്ക് അവകാശം റദ്ദ് ചെയ്തു, പൗരാവകാശങ്ങൾ റദ്ദ് ചെയ്ത് ജനങ്ങളെ ആകെ തടവിലാക്കിയതിൻ്റെ പുറമെയാണ് തൊഴിൽ മേഖലയിൽ അത്രയും കടുത്ത നടപടികൾ വന്നത്. അന്നൊക്കെ അതിനെ എങ്ങനെയാണ് നാം നേരിട്ടത് എന്ന് ഓർത്തു നോക്കുക. ഇതിനൊക്കെ ഓർമ്മകളുണ്ടായിരിക്കണം. ഇപ്പോൾ നാം 2016 മുതലുള്ള കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ തൊഴിൽ സുരക്ഷിതത്വം, നമ്മുടെ അവകാശങ്ങൾ ഉറപ്പായും ലഭിക്കുമെന്ന ഒരു വിശ്വാസം, ഈ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യാൻ കഴിയുന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു തുരുത്ത് പോലെയാണ് കേരളം. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പ്രത്യേകതയാണ് ഈ കേരളം. അതിനെ തകർക്കാൻ ഏതെല്ലാം വിധത്തിലുള്ള ഗൂഢാലോചനകളും പരിശ്രമങ്ങളുമാണ് നടക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കണം. നാനാവിധത്തിലുള്ള ആക്രമണങ്ങൾ, രാഷ്ട്രീയമായ ആക്രമണങ്ങൾക്ക് പുറമെ കേന്ദ്ര ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ സ്റ്റേറ്റിനെ ഞെരുക്കൽ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി. ഭരണഘടനയെ ലംഘിക്കൽ, ഫെഡറൽ തത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടികൾ, ഇതൊക്കെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം നേരിടണമെങ്കിൽ വിവിധ തലങ്ങളിലുള്ള നമ്മുടെ സംഘടനകൾ ശക്തിപ്പെടുക. അധ്വാനിക്കുന്നവർ, സർക്കാർ ജീവനക്കാർ, സാധാരണ തൊഴിലാളികൾ, കർഷകർ, സാധാരണ ജനങ്ങൾ അവരുടേതായ സംഘടനകളിൽ ഒന്നിച്ചു നിൽക്കുക. അതല്ലാതെ വേറെ പോകാൻ കഴിയും. ഹണിയുടെ നേതൃത്വത്തിൽ ഈ സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ അനുസ്മരിച്ചു. സെക്രട്ടറി ഇവിടെ പറഞ്ഞു, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കാൻ നടത്തിയ ശ്രമം, വിവിധ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്കെല്ലാം ഓർമ്മയിൽ പങ്കുവെക്കാനുണ്ടാവും പല കാര്യങ്ങളും. അതൊക്കെ ഒരു സംഘടനാ പ്രവർത്തകൻ്റെ മേന്മയാണ്. അതുകൊണ്ട് തന്നെയാണ്
സാധാരണ ഒരു ചടങ്ങ് പോലെ മാത്രം അവശേഷിക്കാറുള്ള ഒരു യാത്രയയപ്പ് ചടങ്ങ് വളരെ വികാരനിർഭരമായ ഒരു ചടങ്ങായി മാറാൻ കാരണം അദ്ദേഹം പ്രവർത്തനത്തിൽ കാണിച്ച മാതൃക എല്ലാ തൊഴിലാളി സംഘടനകൾക്കും മാതൃകയാണെന്നാണ് ഞാൻ കാണുന്നത്. എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഞാനും ഇതുപോലെ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ, വിവിധ സംഘടനകളുടെ ഭാരവാഹിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ സംഘടനയിൽ കാലാകാലമൊന്നും ഒരു പോസ്റ്റിലധികം ഇരിക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ഇറങ്ങണമല്ലോ, റിട്ടയർ ചെയ്യണമല്ലോ പോസ്റ്റിൽ നിന്ന്. അപ്പം ഞാനും ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള റിട്ടയർമെൻറ്റ് യാത്രയപ്പ് ലഭിക്കാൻ അവസരം കിട്ടണമെന്ന്. ഇതൊരു അപൂർവമായ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അത് അദ്ദേഹം കാണിച്ച മാതൃകയാണ്. ഇത് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ സഖാക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു സൂചന കൂടിയാണ്. ഇങ്ങനെ ആവണം ഒരു ട്രേഡ് യൂണിയൻ സംഘടനാ പ്രവർത്തകൻ, എങ്ങനെ ആവണം. നമ്മളൊരു സംഘടനയിൽ മെമ്പർമാരായി വരുന്നവർ നമ്മളൊരു കുടുംബം പോലെയാണ്. വെറും സംഘടനാപരമായ ഔപചാരിക ബന്ധം മാത്രമല്ല, നമുക്കൊരു വൈകാരികമായ ബന്ധമുണ്ടാവും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ ഓരോ മെമ്പറുടെയും ജീവിത പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം നേതാവും മനസ്സിലാക്കണം. അവരെ പേരെടുത്ത് വിളിക്കാൻ, ആ കുഞ്ഞിൻ്റെ പഠനം എന്തായി, അല്ലെങ്കിൽ ഭാര്യയുടെ അസുഖം ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോകാറില്ലേ, ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ പേരെടുത്ത് വിളിച്ച് ചോദിക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഒരു നേതാവ്. അപ്പോഴേ നേതാവാകും, അപ്പോഴേ ഇതുപോലുള്ള യാത്രയയപ്പ് സ്വീകരണങ്ങൾക്ക് ലഭ്യമാകും. ഈ മാതൃക ഈ സംഘടനയിലെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് സഖാവ് ഹണി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ചുമതലയിൽ നിന്ന് മാത്രമേ മാറുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അനുഭവങ്ങൾ തൊഴിലാളി പ്രസ്ഥാനത്തിന് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു പ്രവർത്തകനെ CIP എന്ന നിലയിൽ ഉപയോഗിക്കാൻ സഖാവ് ജോയി എല്ലാം കൂടി ഇടപെട്ട് തീരുമാനമുണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഹണിക്ക് കൂടുതൽ കാലം തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാക്കുകളിലൂടെ അത് അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ്. പ്രശംസാപത്രം വായിക്കുന്നതിനായി സംഘടനയുടെ സെക്രട്ടറി സഖാവ് നാഞ്ചല്ലൂർ ശശികുമാറിനെ ക്ഷണിക്കുന്നു. പ്രശംസാപത്രം. സഖാവ് പി ഹണി. സഖാവ് എന്ന പദത്തെ അന്വർത്ഥനാക്കിയ നേതാവ്, സഹജീവികളോട് ഏറ്റവും കരുണയുള്ള ഞങ്ങളുടെ ഹണി സഖാവ്, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ മികവിൻ്റെ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചാനയിച്ച മുന്നണി പോരാളി, സെക്രട്ടേറിയറ്റിനെയും ഇവിടുത്തെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനായി പടനയിച്ച സാരഥി, പാർട്ട് ടൈം സ്വീപ്പർ മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള ജീവനക്കാരുടെ സേവന വിഷയങ്ങളും ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കാൻ സ്വജീവിതം ഒഴിഞ്ഞുവെച്ച പടനായകൻ. വിശേഷണങ്ങൾക്ക്, വിവരണങ്ങൾക്ക് അതീതമാണ് സഖാവിൻ്റെ സേവനവും പ്രവർത്തനവും ജീവിതവും. സ്കൂൾ തലം മുതൽക്ക് തന്നെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച സഖാവ് പി ഹണി SFIയിലൂടെ സജീവ പ്രവർത്തകനായി. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ആ പ്രവർത്തനം തുടർന്ന് തന്റെ പ്രവർത്തന മണ്ഡലം യുവജന പ്രസ്ഥാനത്തിലേക്ക് മാറ്റുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഉജ്ജ്വലനായ സംഘാടകനുമായി ഈ നിലകളിൽ പ്രവർത്തിച്ചു വരികവേ 1996 അദ്ദേഹം അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം ലഭിച്ചതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ സേവനത്തിൽ പ്രവേശിച്ചു. അന്നേ ദിവസം മുതൽ തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സജീവ പ്രവർത്തകനായി. തൊട്ടടുത്ത വർഷം അദ്ദേഹത്തെ ഹോം അക്കൗണ്ട്സ് ഏരിയയുടെ കൺവീനറായി തിരഞ്ഞെടുത്തു. 1998 നിർവാഹക സമിതി അംഗമായി. 2003 സംഘടനയുടെ ട്രഷററായും 2009 സെക്രട്ടറിയുമായി. 2017 മുതൽ 2025 ഒക്ടോബർ വരെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് സംഘടനയെ മുന്നിൽ നിന്ന് നയിച്ചു. സമരൈക്യ പ്രസ്ഥാനങ്ങളായ FSCTOയുടെ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, AISEFന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും സഖാവ് പ്രവർത്തിച്ചു. സഹകരണ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ ഒരു ദശാബ്ദക്കാലത്തിലധികം മുന്നണിയെ നയിച്ച സഖാവ് സ്റ്റാഫ് സഹകരണ സംഘം, ക്യാൻറ്റീൻ തുടങ്ങിയ സ്ഥാപനങ്ങളെ നവീകരിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും മാർഗനിർദ്ദേശകമേകി.
സ്റ്റാഫ് സഹകരണ സംഘത്തിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും വാങ്ങുന്നതിന് മുൻകൈയെടുത്തതും മറ്റാരുമല്ല തന്നെ. സർവീസിൽ നിന്നും പിരിച്ചുവിടൽ, എഗ്രിമെന്റ് വെട്ടിക്കുറയ്ക്കൽ, സെൻഷർ, താക്കീത് തുടങ്ങിയ നിരവധി അച്ചടക്ക നടപടികൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് സംഘടനയെ നയിച്ച സഖാവ് പീഹണി സംഘടനയെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമാക്കുന്നതിന് ദിശാബോധം നൽകി. തണൽ, മീഡിയ സെൽ, ദയ, സർവീസ് കമ്മിറ്റി എന്നീ പുതിയ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തു. കൊല്ലം മുതൽ കാസർഗോഡ് വരെ വിവിധ കേഡർ ഡെപ്യൂട്ടേഷൻ തസ്തികകളിൽ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കൂട്ടിയോജിപ്പിക്കുന്നതിനായുള്ള മേഖലാ കമ്മിറ്റികളും ഡൽഹി മേഖലാ കമ്മിറ്റിയും രൂപീകരിക്കാനുള്ള നിർദ്ദേശവും സഖാവിൻ്റേതാണ്. പിറവി കൊണ്ട കാലം മുതൽ സംഘടന സ്വപ്നം കാണുന്ന സ്വന്തമായി ഭൂമിയും കെട്ടിടവും എന്ന സ്വപ്നവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് താങ്ങും തണലുമായിരുന്ന, ഓരോ ജീവനക്കാരനെയും സ്വന്തം സഹോദര തുല്യനായി കണ്ടിരുന്ന, അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ സുഖദുഃഖങ്ങളിൽ ഒപ്പം നിന്നിരുന്ന, സെക്രട്ടേറിയറ്റിന്റെയും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെയും ആത്മാഭിമാനവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിച്ച വ്യക്തിഹത്യയും ദുരാരോപണങ്ങളും കൊണ്ട് തകർക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അടിപതറാതെ നെഞ്ചുവിരിച്ചു നിന്ന് സംഘടനയെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് പീഹണി ഇന്ന് ഈ വെള്ളക്കൊട്ടാരത്തിന്റെ പടിയിറങ്ങുകയാണ്. നാളിതുവരെ നമ്മോടൊപ്പം നിലകൊണ്ട, നമ്മെ നയിച്ച, സ്നേഹവും വാത്സല്യവും നമ്മൾ ചൊരിഞ്ഞ ആ സ്നേഹ സാന്നിധ്യത്തിന്, പ്രിയ നേതാവിന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. ഈ സ്നേഹാദരം നിങ്ങൾക്ക് സമർപ്പിക്കുന്നതിലേക്കായി നിങ്ങൾക്ക് ഏവരുടെയും അനുവാദത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് വേണ്ടി സഖാവ് എളമരം കരീം സഖാവിനെയും ആ സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഹണി സഖാവിനെയും ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എളമരം കരീം സഖാവ് ജോയി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹണി, നമ്മുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രസിഡന്റ്, മറ്റ് സുഹൃത്തുക്കളെ സഖാക്കളെ, ഇവിടെ ഉദ്ഘാടകനായിട്ടുള്ള എളമരം കരീം സ്വാഗത പ്രാസംഗികരും, അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഘടനാ രംഗത്തെയും സർവീസ് രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വായിക്കുകയൊക്കെ ചെയ്തു. അക്കാര്യങ്ങളൊന്നും ഇനി വീണ്ടും ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങളുടെ ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, അത് മറ്റു സ്ഥലത്തുള്ളത് പരിഹാരം കാണുമായിരിക്കും. ഏത് പാവപ്പെട്ട സാധനങ്ങൾക്കും ഈ വലിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ വന്നാൽ ചെന്ന് കാണുവാൻ ഇന്ന ആളെ ചെന്ന് കണ്ടാൽ മതി എന്ന് പറയാൻ ഒരു ആളും ഉണ്ടായിരുന്നു. ഞാൻ 95-2000 വർഷം ട്രിവാൻഡ്രം മേയറായി. അത് മുതൽ സ്വാഭാവികമാണല്ലോ നമ്മുടെ ഞാനത്തിന് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും. വരുന്ന പാവങ്ങൾക്ക് ഇത് കണ്ടാൽ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരറിയാൻ വേണ്ടി പറ്റില്ല. പലരും തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം നാട്ടുപ്രദേശത്തൊക്കെ വരുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഒന്നീ നമ്മുടെ യൂണിയൻ ഓഫീസിൻ്റെ പേര് പറയാൻ പറ്റും, അല്ലെങ്കിൽ
അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം തരപ്പെടുത്തി അവിടെ ചെന്ന് കാണുന്നതിന് വേണ്ടി. മറ്റൊരു കാര്യം, ഹടിസകാവ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, തിരുവനന്തപുരത്തുകാരനാണ്. ഹടിസകാവ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പും പിമ്പും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഗുജറാത്ത് ഏറ്റെടുത്ത ശേഷം ഈ ഗവൺമെന്റിനെയും എല്ലാ കാലത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇടതുപക്ഷ ചിന്തയാണ് മനസ്സിലുള്ളത്, CPM-ന്റെ ചിന്തയാണ് മനസ്സിലുള്ളത് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഗവൺമെന്റിനെ നിലനിർത്തുന്നതിന് വേണ്ടി, ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി നല്ല പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, 2016 മുതൽ ഈ നിമിഷം വരെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിലുള്ള സംരക്ഷണം സാമ്പത്തിക രംഗത്ത് നൽകുന്ന ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നതിന് വേണ്ടി. എല്ലാ രംഗത്തും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് നമ്മെ അങ്ങേറ്റം കഴുത്ത് തിരിച്ച് കൊല്ലുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം രാജ്യത്ത് തന്നെ ഒരു ബദൽ ഇടതുപക്ഷ നയവുമായി മുന്നോട്ട് പോകുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ രംഗത്തും, ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും ബദൽ നയവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ CPM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ പാവങ്ങളിൽ പാവങ്ങളായിട്ടുണ്ട്. നമുക്കറിയാം, അംഗനവാടി ടീച്ചർമാരും ആശാവർഗ വർക്കർമാരും പാചക തൊഴിലാളികളും അങ്ങനെയൊക്കെയുള്ള പാവങ്ങളിൽ പാവങ്ങളും സാമൂഹികപരമായും സാമ്പത്തികപരമായും മുന്നോട്ട് നിൽക്കുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ ദാരിദ്ര്യം നിൽക്കുന്ന അവസരത്തിൽ പോലും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അത് ദേശീയാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടല്ലോ, ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രഖ്യാപനം നടത്തുന്നത് എന്ന പ്രതിപക്ഷമുണ്ടല്ലോ. ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം എന്താണ്? ഈ പാവപ്പെട്ടവർക്ക് ഈ കാശ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണ്? പ്രതിപക്ഷ നേതാവിന് സംശയം എന്ന് വെച്ചാൽ ഈ കാശ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അത് പ്രതിപക്ഷ നേതാവെ, കാശ് എണ്ണി ഞങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി, അല്ലാതെ പ്രതിപക്ഷം കണ്ടത് ഈ ഗവൺമെന്റിനെ BJP-യുടെ കേന്ദ്ര ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് അടുത്ത ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ എന്നുള്ളതാണ്. കോൺഗ്രസിനാണെങ്കിൽ നല്ല അടി മൂത്ത് നിൽക്കുകയാണ്, നല്ല മൂത്ത് അടിക്കുക. 4-5 പേര് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ആ വകുപ്പെല്ലാം തിരിച്ചിട്ടുണ്ട്. ഇനി ഏത് ബ്ലോക്കിലാണ് മുറിയെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. അതോടുകൂടി കയറി കിടന്നവർ ആരും തന്നെ ഇതുവരെ എണ്ണീറ്റ് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാം. നിങ്ങളിതെല്ലാം നമ്മുടെ നാട്ടിൽ ചെന്ന് പറയണം. നമ്മളുടെ യൂണിയന്റെ നല്ല നേതാക്കന്മാരായിരിക്കും. ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ യൂണിയൻ അറിയിപ്പ് കൊടുക്കുന്ന യോഗം വിളിച്ചു കൂട്ടിയാൽ ഈ ആള് വേറെ കംപ്ലീറ്റ് ഇറങ്ങിയിരിക്കും. നമ്മളെല്ലാവരും ചിലപ്പോൾ പങ്കെടുക്കും. പക്ഷെ നാട്ടിൽ യോഗം വിളിച്ചു കൂട്ടിയാൽ നമ്മൾ ആ വഴി മാറി വേറെ ഒരു വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പം അങ്ങനെ വഴിമാറി പോകേണ്ട കാലഘട്ടം അല്ലാതുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കണം. കടിയോട് കാണിക്കുന്ന കൂറ്
നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തോട് നിങ്ങൾ അനുകമ്പ കാണിച്ചുകൊണ്ട് അവരോട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹണിയോട് കാണിക്കേണ്ട കൂറുന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ. ഇവിടെ വന്ന് ഏറ്റവും അത്യുജ്വലമായിട്ടുള്ള സമ്മാനമെല്ലാം കൊടുത്ത് സന്തോഷിച്ച് വിട്ടുവിടുകയും വിട്ടുകൊണ്ട് മാത്രം കാര്യമില്ലാത്ത കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. എന്തായാലും ഹണിയെ നമുക്ക് അനുയോജ്യമായ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കഴിവുകൾ, പെൻഷൻ പ്രായം എന്ന് പറയുന്നത് ചെറുപ്പമാണല്ലോ, കണ്ടാൽ തന്നെ കാര്യം ചെറുപ്പക്കാരനാണ്. അങ്ങനെ താടി കുറച്ച് നനച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ ഇളവനെ പറഞ്ഞവർ അതൊരു സൗന്ദര്യം കൂടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ നല്ല പ്രായമൊന്നും അതിക്രമിച്ചിട്ടില്ല. ഹണിയെ നമുക്ക് നല്ല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങൾ ഉപഹാരം സമർപ്പിക്കുന്നതിനായി സഖാവ് വി ശിവൻകുട്ടി അവരുടെയും ആ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഹണിസഖാവിനെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഹണിസഖാവിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സഹായി വി ജോയ് MLA CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യാത്രയപ്പ് യോഗത്തിൻ്റെ പ്രിയങ്കരിയായ അധ്യക്ഷ, സംഘടനയുടെ പ്രസിഡന്റ് സഖാവ് നിഷ ജാസ്മിൻ, ഈ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സഖാവ് എളമരം കരീം, പ്രിയങ്കരനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ, സ്വാഗതം ആശംസിച്ച ദീപു, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട ഹണി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സഖാവ് ഹണിയുമായിട്ട് ദീർഘനാളത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഹണിയുമായിട്ട് അല്ല, യഥാർത്ഥത്തിൽ ഹണിയുടെ അനുജൻ ഹരിയുമായിട്ടാണ് SFIയുടെ പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ ഞാനും ദീപക്കുമെല്ലാം ആ വീട്ടിലേക്ക് പോകുന്നത് ഹരിയോടൊപ്പമാണ്. അങ്ങനെയാണ് സഖാവ് ഹണിയുമായിട്ട് പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് ഇതുവരെയും മുടങ്ങാതെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയങ്കരനായ ശിവൻകുട്ടി സാഹു സൂചിപ്പിച്ചതുപോലെ ഏതൊരാവശ്യത്തിനും ഈ വെള്ളക്കൊട്ടാരത്തിലേക്ക് വരുന്ന ആളുകളോട് നമുക്ക് അത്യാവശ്യം പോയി കാണാൻ പറയുന്ന ഏക പേര് സഖാവ് ഹണിയുടേതായിരുന്നു. ഹണിയെ പോയി കാണൂ, ഹണി അത് നോക്കും, നിങ്ങളെ സഹായിക്കും എന്ന് കൃത്യതയോടുകൂടി നമുക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അത് ഇനി വരുന്ന ഭാരവാഹികളും അത് കൃത്യമായി പാലിക്കാനും അങ്ങനെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുമുള്ള ഒരു നല്ല രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ വിനയപുരസിൽ അഭ്യർത്ഥിക്കുകയാണ്. സർവീസിൽ പ്രവേശിക്കുന്ന ഏതൊരാളും ഒരു നിശ്ചിത ദിവസം സർവീസിൽ നിന്ന് വിരമിക്കേണ്ടതായിട്ട് വരും. ഹണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. ഒരു മുത്തുമാലയിലെ മുത്തുകളെപ്പോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു വലിയ സംഘടനയായി 80-85% വരുന്ന ജീവനക്കാരുടെ അതിബൃഹത്തായ സംഘടനയായി നിങ്ങളുടെ സംഘടനയെ കൊണ്ടുപോകാൻ ഹണിക്ക് സാധിച്ചു. തുടർന്നും ആ നിലയിൽ ഇതിൻ്റെ ഭാരവാഹികൾ നന്നായി സംഘടനയെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഹണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള കാലഘട്ടം നിശ്ചയമായിട്ടും വിവിധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ജില്ലയിലെ പൊതുപ്രസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി സഖാവ് പി ഹണിയെ ജില്ലയിലെ പൊതുപ്രസ്ഥാനത്തിലേക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും അഭിമാനം. സഖാവിന്റെ ഛായാചിത്രം സമർപ്പിക്കുന്നതിനായി
അദ്ദേഹത്തെയും അത് ഹണിസഖാവിന് സമർപ്പിക്കുന്നതിനായ സഖാവ് വി ജോയ് MLA അവർകളെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു കൈ കൊണ്ട് വരച്ചത് കാതോർത്ത് കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹണിസഖാവിന്റെ മറുപടി പ്രസംഗമാണ്. മറുപടി പ്രസംഗത്തിനായി ഹണിസഖാവിനെ ഏറെ ആദരവ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ എൻ്റെ യാത്രയപ്പ് ചടങ്ങിന് വന്ന 3 സഖാക്കൾ ഒരു പ്രത്യേകതയാണ്. 1987 ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഏറ്റവും അടുത്ത പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ് സഖാവ് ഇന്നത്തെ ബഹുമാനീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻ. അതുമാത്രമല്ല, ഈ കരീം സഖാവ് ശിവൻ സഖാവ് ഓർക്കൊന്നും അറിയത്തില്ല. 2005 പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അന്ന് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ഇന്നത്തെ ഡീലിമിറ്റേഷൻ വരും മുമ്പ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് സഖാവ് വി ശിവൻകുട്ടിയാണ്. അന്ന് ആ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ചാർജ് കോഴിക്കോട് നിന്നുള്ള സഖാവ് ഇളമരം കരീമായിരുന്നു. ഈ 2 പേരോടൊപ്പം പ്രവർത്തിക്കാൻ അന്ന് ഏതാണ്ട് ഒരു 40 ദിവസം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും എൻ്റെ ജീവിത അനുഭവത്തിലെ പ്രധാന നാഴികക്കല്ലായി ഞാനിന്നും ഓർക്കുന്നുണ്ട്. സഖാവ് വി ജോയ് ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠനകാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അന്ന് മുതലേ ഉള്ള അടുപ്പമാണ്. എൻ്റെ അനിയൻ ആയിട്ടാണ് അന്ന് ജോയ് സാഹിബിന് കൂടുതൽ അടുപ്പം. കാരണം ജോയ് സാഹിബ് എനിക്ക് തോന്നുന്നു അന്ന് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, SFI കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയുടെ ആദ്യകാലത്ത് സെക്രട്ടറി ആയിരുന്നു. അക്കാലത്താണ് കാര്യവട്ടം, എൻ്റെ അനിയൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SFIയുടെ ചെയർമാൻ. ആ ബന്ധം പിന്നീട് ഞങ്ങൾ 2 പേരും കൂടുതൽ അടുപ്പത്തിലായി. പിന്നീട് SFIയിൽ സഖാവ് വി സത്യനും സുൽസി കുര്യനും സഖാവ് ജോയും ഞങ്ങൾ ദീപക്കും ഒക്കെ ആയി ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന് ഈ 3 പേരും എത്തിയതിൽ ഏറെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. 96 ഞാൻ സെക്രട്ടേറിയറ്റിൽ വരുന്നത്. അതിനു മുമ്പ് 1 മുതൽ 4 വരെ ഞാൻ ഹോളി ഏഞ്ചൽസ് ഗവൺമെൻറ്റിലാണ് പഠിച്ചത്. 5 മുതൽ 10 വരെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലും പ്രീ ഡിഗ്രി, ഇന്നത്തെ +2 അല്ല, പ്രീ ഡിഗ്രി ആർട്സ് കോളേജിലും BSc MSc തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമാണ് പഠിച്ചത്. പഠിത്തം കഴിഞ്ഞ് DYFI പ്രവർത്തകനായി നിൽക്കുമ്പോഴാണ് PSC പരീക്ഷ, ആദ്യത്തെ PSC പരീക്ഷ എഴുതുന്നത്. അതിൽ തന്നെ ഏറ്റവും മികച്ച റാങ്ക് നേടാൻ ഞാൻ അത്തരം ഒരു റാങ്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഒരു കാര്യം നന്നായി പഠിച്ചു. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ആദ്യ നിയമനം തന്നെ സെക്രട്ടേറിയറ്റിൽ കിട്ടി. അന്ന് മുതൽ ആദ്യം ഞാൻ വരുന്നത് സർവീസസ് വന്ന ശേഷം എന്നെ ഹോമിലെ അസിസ്റ്റൻ്റായി, ഹോം കെയിലെ അസിസ്റ്റൻ്റായാണ് നിയമിക്കുന്നത്. നിയമനം കിട്ടി സീറ്റിൽ വന്നിരുന്ന ആ നിമിഷം മുതൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രവർത്തകനായി മാറാൻ എനിക്ക് സാധിച്ചു. അടുത്ത വർഷം തന്നെ, ആ വർഷം തന്നെ ജോയിൻറ്റ് കൺവീനറായി. തൊട്ടടുത്ത വർഷം 97 കൺവീനറായി. 97 നിർവാഹക സമിതി അംഗമായി. 2003 ട്രഷററായി. 2010 സെക്രട്ടറിയായി. 2017 പ്രസിഡൻ്റായി. 15 ദിവസം മുമ്പ് ആ സ്ഥാനം ഒഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ 30 വർഷക്കാലത്തെ സർവീസ് ജീവിതത്തെക്കാൾ ഞാൻ എടുത്തു പറയുന്നത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രവർത്തകനായി അറിയപ്പെടാനാണ്. സെക്രട്ടറി, ഒരു കാര്യം മാത്രം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് നിരവധി തവണ ഈ യാത്രയപ്പ് യോഗങ്ങൾ പലത് കഴിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ മാത്രമേ ഞാൻ ഇന്നുവരെ നിന്നിട്ടുള്ളൂ. അതിലൊരു വെള്ളവും ചേർത്തിട്ടില്ല, അതിലൊരു വഞ്ചനയും കാണിച്ചിട്ടില്ല. ഒരു സെക്രട്ടേറിയറ്റ് ജീവനക്കാരനെയും സെക്രട്ടേറിയറ്റ് സംവിധാനത്തെയും ഒറ്റുകൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ
വലിയ തോതിലുള്ള ആക്രമണങ്ങൾ എനിക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം ഞാൻ തകർത്തത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഒത്തുചേരലും നിങ്ങളുടെ പ്രതിരോധവും കൊണ്ട് മാത്രമാണ്. അതെനിക്ക് മരണം വരെയും കരുത്തായിരിക്കും. നിങ്ങൾ നൽകിയ സ്നേഹം എൻ്റെ മരണം വരെയും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി സംഘടനാ സെക്രട്ടറി കല്ലുകൾ ആര്യത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ സാധാരണ യാത്രയുടെ യോഗത്തിൽ നമുക്ക് നന്ദി പറയാനുള്ള എളുപ്പമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിന് വളരെ വിഷമത്തോടുകൂടിയാണ് നമുക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 5:15 ആകുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ഒരു യുഗം അവസാനിക്കുകയാണെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പുതിയൊരു യുഗം ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. എന്തായാലും പുതിയൊരു യുഗം പിറവി ഉണ്ടാകുന്നതുവരെ നമ്മുടെ എല്ലാ മനസ്സിൽ വരും കാലങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ വരുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിൽ സഖാവ് പി ഹണി ഉണ്ടാവും. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നത്. അത്തരത്തിൽ ആരുടെ ഒരു വർണ്ണന നമുക്ക് ആവശ്യമില്ലതാണ്. സഖാവ് പി ഹണിയെ മനസ്സിലാക്കുന്ന ആരുടെയും ഒരു വർണ്ണനയുടെ ആവശ്യവും നമുക്ക് ഓരോരുത്തർക്കുമില്ല. നമുക്കെല്ലാവരും നമ്മുടെ എല്ലാ മനസ്സിൽ ഉള്ള ഒരാളാണ് സഖാവ് പി ഹണി. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ യോഗത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്ത സഖാവ് എൽമരം കരീം സഖാവിന് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് സഖാവ് നിഷ ജാസ്മിൻ അദ്ദേഹത്തിനെ നന്ദി അറിയിക്കുന്നു. ഈ യാത്രയുടെ യോഗത്തിൽ നിറസാന്നിധ്യമായിരുന്നുകൊണ്ട് ഖൻസാവിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വി ജോയി എന്നിവർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായി നന്ദി പറയേണ്ടത് ഖൻസാവിൻ്റെ കുടുംബത്തോടാണ്. കാരണം കുടുംബത്തിൽ നമുക്കറിയാം, ഒരു ദൃഢനാഥൻ എന്ന നിലയിൽ ആ സഖാവ് എത്രമാത്രം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിനുള്ള ഒരു അവസരവും കൊടുക്കാതെ നമ്മെല്ലാം തന്നെ ഖൻസാവിനെ സ്വന്തമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിലാദ്യമായി കുടുംബത്തോട് നമ്മൾ കേരളം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ വിട്ടുനിന്നതിനുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ എല്ലാവരുടെയും ഈ സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരുടെ നന്ദി. ആ നന്ദി പറയേണ്ടത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടി സ്വാഗതം പറഞ്ഞ നമ്മുടെ ജനറൽ സെക്രട്ടറി എസ് ദീപും അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. ഒരു നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാട്, മതനിരപേക്ഷതയുടെ നാട് മലനാട് മാമലനാട്. ഒരു നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാട്, മതനിരപേക്ഷതയുടെ നാട് മലനാട് മാമലനാട്. കാണക്കാട് വളരുന്നേ മലനാട് മാമലനാട്, നെറിവുള്ളൊരു നേതാവുണ്ടേ പകലിൻ സൂര്യൻ. പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി.
കിളിമൊഴികൾ കുഞ്ഞുകിടാങ്ങൾ ചിരിതൂകും പള്ളിക്കൂടം മികവിന്റെ കൊടുമുടി കയറി സകല കലാശാലകളായി ചെറുപാതകൾ പോയി മറഞ്ഞേ അതിവേഗം കനവു കുതിച്ചേ പുതുമകളുടെ പുത്തിരി കത്തി കുതികൊള്ളുകയാണൊരു നാട് കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ നിറവുള്ള മനസ്സുകൾ ചൊല്ലി കനിവിൻ സൂര്യൻ പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി പൂക്കൾ നിറയുന്നൊരു വല്ലി കനിവിൻ വള്ളി ചെറുതുമ്പികളേറ്റതു ചൊല്ലി പകലിൻ കൊള്ളി നിറനന്മ നിറഞ്ഞതുപോലെ വെയിലിൻ കൊള്ളി കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ വെയിലിൻ കൊള്ളി